റിസൾട്ടൊക്കെ വന്ന് എല്ലാവരും സന്തോഷത്തിലായിരിക്കും. ആശംസകൾ, ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിത് ഒരു ഉൾക്കരുത്താവട്ടെ, ഒരു വഴികാട്ടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ വിഷയം അതൊന്നുമല്ല. നമ്മളിപ്പോഴും കൺഫ്യൂഷനിലാണ് അല്ലേ? എന്ത് കോഴ്സ് എടുക്കും? ഇതൊക്കെ കഴിഞ്ഞല്ലോ, റിസൾട്ടൊക്കെ വന്നല്ലോ. 12th കഴിഞ്ഞിട്ട് 12th തന്നെ കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ? ഏറ്റവും നല്ലത് ഏതാണോ? ഒരു ടീം പറയുന്നു സയൻസ് ഭയങ്കര ഭാരമാണ്, എടുക്കണം എന്നില്ല, ബുദ്ധിമുട്ടാണ്, വെറുതെ തലയിൽ കയറ്റി വെക്കണം. ചിലർ പറയുന്നു കൊമേഴ്സാണ് കുറച്ചുകൂടി ഈസി, കരിയർ ഓപ്ഷൻസ് വേറെ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഇത്തരം വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി 12th കഴിഞ്ഞിട്ട് സയൻസ് കഴിഞ്ഞ ആളുകളോട് എഞ്ചിനീയറിംഗ്, മെഡിസിനൊക്കെ എല്ലാവരും എടുക്കുന്നില്ലേ, അതൊന്നും എടുക്കേണ്ട, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിക്കോളി, പുതിയത് എന്തെങ്കിലും നോക്കിക്കോളി. കൊമേഴ്സുകാരോട് പറയണം BCom ഒക്കെ നാട്ടിൽ മുഴുവൻ BComമാരെ കൊണ്ട് പൊറുതിമുട്ടിയൊക്കെയാണ്. BBA ആണെങ്കിലോ BBA കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ദെൻ ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം പറയേണ്ടതില്ല, ആകെ ഉള്ളതൊരു സൈക്കോളജി, ഇക്കണോമിക്സും സോഷ്യോളജിയൊക്കെ അല്ലേ, മറ്റ് ഓപ്ഷൻസ് ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടാവും. എനിക്ക് പാരൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് വിജയകരമായേക്കുമെന്ന് ഒരു തോന്നലുള്ള ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മക്കളെ അടിച്ചേൽപ്പിച്ച് അതിലേക്ക് ഉന്തിത്തള്ളി വിടണ്ട. പൊതുവേ കുട്ടികളുടെ പ്രശ്നം എന്താ? അവർ കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് സ്വന്തമായിട്ടൊരു താല്പര്യവും മേഖല ഉണ്ടാവില്ല. ഇനി അങ്ങൊരു മേഖല സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏൽക്കണ്ടേ എന്ന ഭീതി ഉണ്ടാവും, പേടിയുണ്ടാവും. നാട്ടുകാർ മൊത്തവും നിങ്ങളും കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാവും. എടുത്തത് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതം മോശമാവില്ലേ, നശിച്ചു പോവില്ലേ എന്ന ചിന്തകളിലൊക്കെ നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഒരു തീരുമാനം പറയില്ല. എന്നാൽ നിങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാനും പാടില്ല. അല്ലെങ്കിൽ മറ്റിങ്ങനെ കുടുംബത്തിലുള്ള കൂട്ടത്തിലുള്ള കുറേ ആളുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ള ആളുകൾ പറയുന്നത് കേൾക്കട്ടെ എന്ന് വിശ്വസിച്ച് അതിലേക്ക് ഉന്തിത്തള്ളാനും പാടില്ല. മറിച്ച് അവരുടെ ഒരു ഇന്നർ കോളിങ്ങിന്, അവരുടെ മനസ്സിൽ നിന്നുള്ള താല്പര്യങ്ങൾക്ക്, ഇൻട്രസ്റ്റുകൾക്ക് ഒരു മുൻഗണന കൊടുക്കുന്നത് നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? അവർക്ക് ഈ ഒരു അവസരത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഗിഫ്റ്റ് എന്താണ്? അവർക്ക് അവരെ കണ്ടെത്താൻ, അവരെ തിരിച്ചറിയാൻ, അവരുടെ സ്കില്ലുകളും അവരുടെ അഭിരുചിയും അവരുടെ കഴിവുകളും കണ്ടെത്താൻ പറ്റുന്ന സയൻറ്റിഫിക്കായ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവർക്ക് കൊടുത്ത് അവരെ തിരിച്ചറിയാനുള്ള, ഡയഗ്നൈസ് ചെയ്യാനുള്ള, അവരെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരവസരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സയൻറ്റിഫിക്കായ അഭിരുചി പരീക്ഷകൾക്ക് കൃത്യമായി കുട്ടികളെക്കുറിച്ചുള്ള കുറേ ഇൻസൈറ്റുകൾ, കുറേ ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ആ ധാരണകൾ വെച്ചുകൊണ്ട് കുട്ടിയും നിങ്ങളും നിങ്ങളുടെ കുട്ടിയുടെ ഹോബികൾ, കുട്ടികളുടെ ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റുകൾ, കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് അവർ ഫോക്കസ് ചെയ്തിരുന്ന ഏരിയകൾ, അതോടൊപ്പം അവരുടെ മനസ്സിലുള്ള കുറേ കരിയറുകളും, അഭിരുചി പരീക്ഷയുടെ മേലെ, അതിൻ്റെ മേലെ അത് വെച്ചുകൊണ്ട് ചെയ്ത കുറേ നിരീക്ഷണങ്ങളും വെച്ചുകൊണ്ടുള്ള ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു 1-2 ദിവസത്തെ ഹോംവർക്കും ചെയ്തൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറ്റവും പോസിറ്റീവായ, ഏറ്റവും നല്ല ഒരു സമീപനം. അതുകൊണ്ട് ഈ സമീപനത്തിന് വേണ്ടി നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുകയും അതിന് പറ്റിയ വളരെ പ്രൊഫഷണലായ കരിയർ കൗൺസിലിംഗ് ടീമുകൾ കാണുകയും സംസാരിക്കുകയും കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആളെ സമീപിച്ച് ഏറ്റവും സയൻറ്റിഫിക്കായ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്ത് തീരുമാനം എടുക്കാൻ പറ്റിയാൽ കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കകളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നമ്മൾ കൂടെ നടന്നു എന്ന്, അവരെ വഴി നടത്തിയെന്ന് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.